ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലല്ലുവിൻ്റെ മൊട്ടയടിക്കൽ വീഡിയോ ആണ്. നമ്മൾ മുട്ടയടിക്കാൻ വന്നിരിക്കുന്നത് പളനിയിലല്ല, പളനി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കേരള പളനിയാണ്. തൃശ്ശൂർ ചോച്ചേരിക്കുന്ന അമ്പലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചിന് മുടി വെട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മുടി വെട്ടിക്കാനായിട്ട് പോവുകയാണ്. താഴെ ഗണപതിയുടെ അമ്പലമുണ്ട്. നമ്മൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് വേണം മുകളിലോട്ട് കയറാൻ വേണ്ടി. നമ്മൾ ആദ്യം വിചാരിച്ച് നമുക്ക് കാറിന് പോകാൻ, നടന്ന് കയറേണ്ട, കാരണം അമ്മാതിരി വെയിലാണ്, പിള്ളേരെയും കൊണ്ട് കയറുക എന്നുള്ള റിസ്ക് ആയിരുന്നെന്ന്. പക്ഷേ അവർക്കല്ലായിരുന്നു റിസ്ക്, ഞങ്ങൾക്കായിരുന്നു ശരിക്കും റിസ്ക്. അവർ ഓടിക്കയറി. ഞങ്ങൾ ആ കട്ട വെയിലത്ത് ഭയങ്കര പാടായിരുന്നു. കാരണം ആ ഒരു ടൈമെന്ന് പറഞ്ഞാൽ 10 മണിയൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. 10 മണിയല്ല, 8:45, 9:45. അവസാനം ഞാൻ വലിഞ്ഞ് കയറേണ്ടി വന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ഒന്നാമത് വയ്യായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ക്ഷീണവും, ഭയങ്കര ക്ഷീണവും അതെല്ലാം കൂടിയിട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കൊച്ചിനെ കൊണ്ടാണ് അയച്ചേട്ടൻ നടക്കാൻ, അവനാണ് ഇറങ്ങാൻ വേണ്ടി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു വിധത്തിൽ മുകളിലെത്തി. ഇതാണ് നമ്മുടെ താഴെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. മുകളിൽ കയറിയപ്പോഴത്തേനും എല്ലാവരും അവശതയിലായി. ഞങ്ങളെല്ലാവരും ഓരോ കസേര പിടിച്ച് അവിടെ ഇരിക്കുന്നു. പിന്നെ ചീട്ട് എടുക്കണമായിരുന്നു. പിന്നെ അകിൽ പോയി ചീട്ടൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് ഞങ്ങളവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു. ഒരുപാട് പേരെ കണ്ടറിയാവുന്നവരെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒരുപാട് പേരെ കണ്ടായിരുന്നു അവിടെ വെച്ച്. അങ്ങനെ ഞങ്ങളവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ലല്ലുവിൻ്റെ ഡ്രസ്സൊക്കെ മാറി. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തേക്കാളും ചൂടാണ് തൃശ്ശൂർ. അങ്ങനെ ഞങ്ങൾ മുടി വെട്ടാനുള്ള ചീട്ടൊക്കെ എടുത്തു. ഈ മുടി വെട്ടാനായിട്ട് പോവുകയാണ്. ലല്ലുവിന് മുണ്ടൊക്കെ കൊടുത്തു. ഇവിടെ മുടി വെട്ടിക്കണം. അപ്പം മുണ്ടൊക്കെ നമ്മൾ അമ്പലത്തിൽ കയറണമെങ്കിൽ മുണ്ടൊക്കെ കൊടുക്കണം. അങ്ങനെ നമ്മൾ മുണ്ടൊക്കെ എടുത്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ മുടി വെട്ടിക്കാനായിട്ട് മൂന്നുകൂട്ടം 2 പേരെയും കൊണ്ട് താഴോട്ട് വന്നു. താഴെ മുടി വെട്ടിച്ചിട്ട് വേണം അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വെട്ടാനായിട്ട് നമ്മൾ ടോക്കണൊക്കെ ഉണ്ട്. നമ്മുടെ ടോക്കൺ എത്ര 65 75 അങ്ങാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലല്ലുവിൻ്റെ മുടി വെട്ടാൻ പോവാണ്. എന്തോരം മുടിയായെന്ന് നോക്കിക്കോണേ. ലല്ലു വെള്ളമൊക്കെ വെച്ചപ്പോഴത്തേന് ഭയങ്കര, പിന്നെ ആദ്യമൊക്കെ കുറേ നേരം അടങ്ങിയിരുന്നേ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനും കൊച്ചിന് മടുത്ത്. അങ്ങനെ കൊച്ച് കുറച്ച് നേരമൊക്കെ കരഞ്ഞു ലാസ്റ്റ് ആയപ്പോഴത്തേനും. തിരിച്ച് ഞങ്ങളകത്ത് അമ്പലത്തിലോട്ട് കയറാൻ പോവുകയാണ്. നിങ്ങൾ അമ്പലത്തിൻ്റെ വ്യൂ ഉണ്ടോ എൻ്റെ പൊന്നി? നമ്മൾ ശരിക്കും ഒരു തമിഴ്നാട്ടിൽ ചെന്ന ഫീലാണ് കേട്ടോ. ലല്ലൂട്ടൻ അങ്ങനെ സെറ്റായി. ലല്ലൂട്ടന് മുടി പോയ വിഷമമാണ്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ തലയിൽ തൊട്ട് പോകുന്നുണ്ട് മുടി ഉണ്ടോയെന്നൊക്കെ. അങ്ങനെ പിള്ളേരും നമുക്ക് കുറച്ചുകൂടെ ലേറ്റ് ആവും. നമുക്ക് അകത്ത് കുറച്ചൊരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്, പിള്ളേരും വെയിറ്റിംഗ് ആണ്. ഭയങ്കര വെയിലുമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അകത്തോട്ട് കയറാൻ പോകണം. നമുക്കൊരു വേലും അങ്ങനെ കുറച്ച് ഇങ്ങനെ പൂജയ്ക്കുള്ള സാധനങ്ങളും അങ്ങനെയൊക്കെ തന്നുവിടും അകത്തോട്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറി. ലല്ലുവിനെ കണ്ടു. ലല്ലുവിനെ മുട്ടയടിച്ചപ്പോഴത്തേ ലല്ലു പ്രാർത്ഥിക്കും കേട്ടോ. അമ്പലത്തിൽ കയറിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് ലല്ലുവാണ് ഇങ്ങനെ തലയിലിഞ്ഞ് നോക്കുന്നതാണ്. അവ ഇടയ്ക്കിടയ്ക്ക് തലയിൽ പിടിച്ച് നോക്കുവാണേ. അപ്പോൾ മുടി പോയല്ലോ, എന്താ സംഭവം എന്നറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. എന്നു ചോദിച്ചാൽ അവിടെ ഒരു പൂജയും കൂടെ ഉണ്ടായിരുന്നു. നിറച്ചും, അതായത് ഭയങ്കര തിരക്കായിരുന്നു. മുട്ടകളുടെ അങ്ങ് മേളയായിരുന്നു. ഒരുപാട് മുട്ടക്കുട്ടന്മാരുണ്ടായിരുന്നു.
നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട്, സത്യം പറഞ്ഞാൽ ഒരു 10 100 100 അല്ലെന്ന് തോന്നുന്നു, അത്രയും മുട്ടക്കുട്ടന്മാർ, കുഞ്ഞു കുട്ടികളും വലിയവരും ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ തലയിൽ നമ്മുടെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട്, അതിനെന്താ പറയുന്നത്, കാവടി, അത് തന്നെ, ആ കാവടിയൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഒരു പ്രദക്ഷിണം വയ്ക്കണം. അപ്പോൾ ആ കാവടി എടുക്കാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അന്നദാനം എന്ന് കേട്ടപ്പോൾ ആര് കൊച്ചിനെ തലയിൽ വെച്ച് ഓടുന്ന ഓട്ടം കണ്ടോ. ഇത്ര നേരം വെയിലാണ്, അവൾക്ക് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവളാണ് ഓടുന്ന ഓട്ടം കണ്ടോ. ഓക്കെ, ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലല്ലു നല്ല ഉറക്കമാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.